70കളുടെ തുടക്കത്തിൽ US ഗവൺമെൻറ്റിന് നല്ലൊരു പണി കിട്ടി. അവരുടെ സ്പൈ സാറ്റലൈറ്റ്സിൻ്റെ ഫിലിം തീരുന്നു. സാധാരണ അവർ സോവിയറ്റ് യൂണിയൻ്റെ ചിത്രങ്ങളെടുത്ത് ഫിലിം കാനിസ്റ്റേഴ്സ് ഭൂമിയിലേക്ക് തിരിച്ചയക്കും. അമേരിക്കൻ മിലിറ്ററിയുടെ പ്ലെയിനുകൾ അത് മിഡ് എയറിൽ വെച്ച് തന്നെ പിടിച്ചെടുക്കും. നല്ല ചിലവുള്ള, സമയമെടുക്കുന്ന, അപകടം പിടിച്ചൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അവർ ഇലക്ട്രോണിക് ക്യാമറ സെൻസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന റിസർച്ചിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആദ്യം ഡെവലപ്പായി വന്നൊരു ടെക്നോളജിയാണ് ചാർജ് കപ്പിൾ ഡിവൈസസ് അഥവാ CCDs. അതിൽ നിന്നാണ് ഇന്ന് നമ്മുടെയൊക്കെ കയ്യിലുള്ള ഡിജിറ്റൽ ക്യാമറയിലും മൊബൈൽ ഫോണിലൊക്കെയുള്ള വലിപ്പം കുറഞ്ഞ നല്ല എഫിഷ്യൻ്റായ CMOS സെൻസർ ഉണ്ടായി വരുന്നത്. CMOSൻ്റെ ഫുൾ ഫോം കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഒരു സിമ്പിൾ സിലിക്കൺ സ്ലാബ് ഉപയോഗിച്ച് ലൈറ്റിനെ 0ഉം 1ഉം ഒക്കെ ആക്കി മാറ്റിയെടുക്കുന്ന ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് CMOS സെൻസറിൻ്റെ ഫിസിക്സ് ആണ്. ഫോട്ടോൺസ് എന്ന് വിളിക്കുന്ന ചെറിയ എനർജി പാക്കറ്റുകൾ കൊണ്ടാണ് ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ക്യാമറ സെൻസറിൽ പതിക്കുന്ന ഫോട്ടോൺസ് എത്ര ശക്തമായി എവിടെ വീഴുന്നു എന്നതിൻ്റെ ഒരു റെക്കോർഡാണ്, അല്ലെങ്കിൽ ഫോട്ടോൺ ഇൻറ്റൻസിറ്റിയുടെ ഒരു മാപ്പിംഗ് ആണ്. ഇനി നമ്മൾ ഈ CMOS സെൻസറിൻ്റെ സർഫസ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയൊരു ഗ്രിഡ് പോലെയാണ്. നമ്മളിപ്പോൾ ഒരു 24 മെഗാ പിക്സൽ ക്യാമറ എന്ന് പറയുന്നത് 2.4 കോടി ചെറിയ പിക്സലുകൾ നിറഞ്ഞ ഒരു സെൻസറിനെയാണ്. ആദ്യം നമുക്ക് ഒരൊറ്റ പിക്സലിലോട്ടൊന്ന് സൂം ചെയ്ത് നോക്കാം. ഏറ്റവും മുകളിലുള്ളതാണ് മൈക്രോ ലെൻസ്. ഒരു ചെറിയ വായുള്ള കുപ്പിയിൽ നമ്മൾ ഒരു ഫണൽ ഉപയോഗിച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ ക്യാമറ ലെൻസിലൂടെ കടന്നു വരുന്ന ഫോട്ടോണുകളൊന്നും നഷ്ടപ്പെടാതെ ലൈറ്റിനെ താഴേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു വളരെ ചെറിയ ലെൻസ്. രണ്ടാമത്തെ ലെയറാണ് കളർ ഫിൽറ്റർ. പിക്സലിന് കളറിനെ തിരിച്ചറിയാൻ കഴിയില്ല. അത് എത്ര ഫോട്ടോൺ വന്ന് വീണെന്ന് എണ്ണുക മാത്രമേ ഉള്ളൂ. വന്ന് വീണത് ചുവപ്പാണോ പച്ചയാണോ നീലയാണോ എന്നുള്ളത് പിക്സലിന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കളർ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇതൊരു സെക്യൂരിറ്റി ഗാർഡ് പോലെയാണ്. ഓരോ പിക്സലിനും ഒരു നിറം മാത്രം കാണാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടാത്ത കളറിന് കറസ്പോണ്ടിങ് ആയ വേവ് ലെങ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യും. ഏറ്റവും താഴെയുള്ള ലെയർ ഒരു ഫോട്ടോ ഡയോഡാണ്, കൂടെ കുറച്ച് ട്രാൻസിസ്റ്ററുകൾ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇലക്ട്രോണിനെ ഒഴുക്കാൻ വേണ്ടി ഡോപ്പ് ചെയ്ത ഒരു സിലിക്കൺ സ്ലാബാണ് ഫോട്ടോ ഡയോഡ്. അപ്പോൾ ഇതാണ് ഒരു പിക്സലിൻ്റെ സ്ട്രക്ചർ. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ക്യാമറ സെൻസറിൻ്റെ കോർ ഫിസിക്സ് എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? നമുക്കൊരു സിലിക്കൺ ക്രിസ്റ്റൽ എടുക്കാം. ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് സിലിക്കണിനുള്ളത്. ഈ 4 വാലൻസ് ഇലക്ട്രോണുകൾ അടുത്തുള്ള സിലിക്കൺ ആറ്റങ്ങളുമായിട്ട് കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കി ഷെയർ ചെയ്താണ് ഇവരൊരു സ്റ്റേബിൾ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ സിലിക്കണിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഈ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഒക്കെ ലോ എനർജി സ്റ്റേറ്റ് ആയിട്ടുള്ള വാലൻസ് ബാൻഡിലാണ് ഉള്ളതെന്ന് നമുക്ക് പറയാം. ഈ ഇലക്ട്രോൺസ് ഒക്കെ ഇവിടെ ലോക്ക്ഡ് ആണ്, അതുകൊണ്ട് കറണ്ട് ഉണ്ടാവാറില്ല. പക്ഷേ ഒരു ഇലക്ട്രോൺ ഈ ബാൻഡ് ഗ്യാപ്പിനെക്കാട്ടിൽ കൂടുതൽ എനർജി അബ്സോർബ് ചെയ്താൽ ഈ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാവും. റൂം ടെമ്പറേച്ചറിൽ ഈ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 1.12 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറയുടെ ബട്ടൺ അമർത്തുമ്പോൾ ക്യാമറയുടെ ഷട്ടർ തുറക്കും. അപ്പോൾ ഈ ഫോട്ടോണുകളൊക്കെ ക്യാമറ സെൻസറിലുള്ള പിക്സലിനുള്ളിലെ ഫോട്ടോ ഡയോഡിൽ വന്നിരിക്കും. 1.12 ഇലക്ട്രോൺ വോൾട്ടിൽ കൂടുതൽ എനർജിയുള്ള ഒരു ഫോട്ടോൺ വന്നൊരു സിലിക്കൺ ആറ്റത്തിലെ ഇലക്ട്രോണിൽ ഇടിച്ചാൽ ആ എനർജി ഉപയോഗിച്ച് ഈ ഇലക്ട്രോൺ ബാൻഡ് ഗ്യാപ്പ് കടന്ന് കണ്ടക്ഷൻ ബാൻഡിലെത്തും. ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ റേഞ്ചിന് പുറത്തെത്തുന്ന ഈ ഇലക്ട്രോൺ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ കൂടെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കും. ഈ ഫ്രീ ഇലക്ട്രോണിനെ പിക്സലിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വലിച്ച് ഒരു പൊട്ടൻഷ്യൽ വെല്ലിൽ കൊണ്ടിടും. പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ഡോപ്പ് ചെയ്തുണ്ടാക്കിയ പിക്സലിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ശരിക്കും നമ്മളിവിടെ ചെയ്യുന്നത് വന്ന് വീഴുന്ന ലൈറ്റിനെ ട്രാപ്പ് ചെയ്യപ്പെട്ട ചാർജാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇലക്ട്രോണിൻ്റെ കാര്യം. കൂടുതൽ ലൈറ്റ് വന്ന് വീഴുന്നതനുസരിച്ച് കൂടുതൽ ഇലക്ട്രോണുകളെ നമ്മൾ ഈ പൊട്ടൻഷ്യൽ വെല്ലിൽ ട്രാപ്പ് ചെയ്യും. ക്യാമറ ഷട്ടർ അടയുമ്പോഴേക്ക് നമുക്കൊരു ബക്കറ്റ് നിറയെ ഇലക്ട്രോൺ ഉണ്ടാവും. പക്ഷേ ക്യാമറ പ്രോസസ്സറിന് ഇലക്ട്രോണുകളെ മനസ്സിലാവില്ല, വോൾട്ടേജിനെ മനസ്സിലാവും. അതുകൊണ്ട് ചാർജിനെ വോൾട്ടേജാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ ഇലക്ട്രോൺസിനെ നമ്മൾ ഫ്ലോട്ടിംഗ് ഡിഫ്യൂഷൻ നോഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കപ്പാസിറ്ററിലേക്ക് മാറ്റും. 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റുകളെ ഒരു നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പററി ചാർജ് സ്റ്റോറിംഗ് ഡിവൈസാണ് കപ്പാസിറ്റർ. അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുക. ഈ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C=Q/V. Q ടോട്ടൽ ചാർജ്, V വോൾട്ടേജ്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ V=Q/C. ഇതിൽ Q നമ്മൾ ട്രാപ്പ് ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കപ്പാസിറ്റൻസ് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രത്തോളം ലൈറ്റ് ഈ സെൻസറിൽ വന്ന് വീണിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ ഉണ്ടാക്കിയത് വോൾട്ടേജ് വളരെ ചെറുതാണ്, മൈക്രോ വോൾട്ടിലാണ് മെഷർ ചെയ്യുക. ഇതിനെ നമുക്കിനി ആംപ്ലിഫൈ ചെയ്യണം. നിങ്ങൾ ക്യാമറയുടെ ISO വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യുന്നത് ഇതാണ്. ഒരു കുഞ്ഞ് സിഗ്നലിനെ എത്രത്തോളം വലുതാക്കണമെന്ന് നിങ്ങൾ ക്യാമറയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് കിട്ടി. ഇതിനെ നമുക്കിനി 1ഉം 0ഉം ഒക്കെ ആക്കി മാറ്റണം.
ഈ കൺവേർഷൻ ചെയ്യുന്നത് ADC ആണ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ADC വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് ഒരു നമ്പർ അസൈൻ ചെയ്യും. ഇവിടെ വെച്ച് നമ്മുടെ ക്യാമറ ഫോട്ടോണുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷനെ നമ്പറുകളുടെ ഒരു മെട്രിക്സ് ആക്കി മാറ്റി. അതാണ് നമ്മുടെ ഡിജിറ്റൽ ഇമേജ്. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം പ്രോസസ്സിനെ നമുക്ക് 4 സ്റ്റെപ്പാക്കി ചുരുക്കി പറയാം. ആദ്യം ക്യാമറ ഷട്ടർ തുറക്കും. കടന്നു വരുന്ന ലൈറ്റിനെ നമ്മൾ ഇലക്ട്രോണുകളാക്കി മാറ്റും. ട്രാപ്പ് ചെയ്ത ആ ചാർജിനെ റീഡ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യും. വളരെ ചെറിയ ഈ വോൾട്ടേജിനെ നമ്മൾ ISO ചേഞ്ച് ചെയ്യുന്ന വഴി ബൂസ്റ്റ് ചെയ്യും. ഏറ്റവും അവസാനം ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉപയോഗിച്ച് ഈ വോൾട്ടേജിനെ നമ്മൾ 0ഉം 1ഉം ആക്കി മാറ്റി നമ്മുടെ ഡിജിറ്റൽ ഇമേജ് ഉണ്ടാക്കും. നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാമറ സെൻസർ 48 200 ഒക്കെ മെഗാ പിക്സൽ ആയിരിക്കും. അതായത് ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും ഇപ്പോൾ 200 മെഗാ പിക്സൽ ക്യാമറ ആണെങ്കിൽ ഈ മൊത്തം പ്രോസസ്സ് 200 മില്യൺ ടൈംസ് അല്ലെങ്കിൽ 20 കോടി തവണയായിരിക്കും നടക്കുക. അതും 100 സെക്കൻഡ് സമയത്തിൽ, ചിലപ്പോൾ അതിലും താഴെ 1000 സെക്കൻഡ് സമയത്തിൽ, ചിലപ്പോൾ അതിലും താഴെ 8000 സെക്കൻഡ് സമയത്തിൽ. അതാണ് CMOS സെൻസറിൻ്റെ മാജിക്.